സൂര്യ 47 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന സൂര്യയുടെ വരാനിരിക്കുന്ന അടുത്ത സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ ആവേശവും രോമാഞ്ചവും പോലെയുള്ള വലിയ 2 ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച ജിത്തു മാധവനാണെന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ആവേശമെന്ന വലിയ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ജിത്തു മാധവൻ ലാലേട്ടനുമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാനിരുന്നത്. ഗോകുലം മൂവീസ് ആയിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. എന്നാൽ പല കാരണങ്ങളുകൊണ്ടും ആ സിനിമ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. ആ സിനിമ ഒഴിവായതോടുകൂടിയാണ് സൂര്യയോടൊത്ത് ജിത്തു മാധവൻ ഇപ്പോൾ സിനിമ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സൂര്യ തന്നെയാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സൂര്യയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലല്ല ഈ സിനിമ വരുന്നത്. മറ്റൊരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് സൂര്യ തുടങ്ങുന്നുണ്ടെന്നും ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഫസ്റ്റ് സിനിമയായിരിക്കും ജിത്തു മാധവന്റെ ഈ സിനിമ എന്നാണ് പറയപ്പെടുന്നത്. സൂര്യയോടൊപ്പം ഈ സിനിമയിൽ നസ്രിയയാണ് നായികയായി എത്തുന്നത്. നസ്രിയ സൂര്യയോടൊത്ത് ആദ്യമായി ചെയ്യുന്ന സിനിമയാണിത്. ജിത്തു മാധവന്റെ കഴിഞ്ഞ 2 സിനിമകളിലും മ്യൂസിക് ചെയ്ത സുഷിൻ ശ്യാമിനെയായിരിക്കും ഈ സിനിമയിലും മ്യൂസിക് ചെയ്യുക. സുഷിൻ ശ്യാമിന്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയാണിത്. ഈ സിനിമയിൽ ഒരു പോലീസ് ക്യാരക്ടറാണ് സൂര്യ ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് ചെറിയ രീതിയിൽ ലീക്കായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തമിഴ്നാട്ടിൽ നിന്ന് ഒരു കേസിന്റെ ഭാഗമായി കേരളത്തിലെത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കഥയാണ്. ആ ടീം കേരളത്തിൽ നിന്നും ഒരു വലിയ വള്ളി പിടിക്കുകയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ടിൽ പറയപ്പെടുന്ന വള്ളി ഒരുപക്ഷെ ഒരു ഗുണ്ടാ സെറ്റപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പടത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് ആവേശം സിനിമയിലെ രംഗ എന്ന ക്യാരക്ടർ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് റൂമറുകൾ പറയുന്നത്. ഒരുപക്ഷെ ഫഹദിന്റെ രംഗ എന്ന ക്യാരക്ടർ സൂര്യ സിനിമയിൽ വരികയാണെങ്കിൽ തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം അത് വേറെ തന്നെയായിരിക്കും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നവംബറിൽ കേരളത്തിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ വെച്ചായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആവേശം പോലെ തന്നെ ഒരു കോമഡി ആക്ഷൻ സിനിമയായിരിക്കും ഈ സിനിമയും. കങ്കുവ എന്ന വലിയ പരാജയ ചിത്രത്തിന് ശേഷം സൂര്യ കിട്ടിയ ഒരു ആശ്വാസ ചിത്രമായിരുന്നു റെട്രോയ്ക്ക് ശേഷം സൂര്യയുടെ വലിയ പ്രതീക്ഷയിൽ വരുന്ന സിനിമയാണ് കറുപ്പ്. കറുപ്പിന് ശേഷം വരാൻ പോകുന്നത് ലക്കി ഭാസ്കർ മൂവി ഡയറക്ട് ചെയ്ത വെങ്കിയുമായുള്ളൊരു സിനിമയാണ്. ആ സിനിമയിൽ മമിത ബൈജുവും അഭിനയിക്കുന്നുണ്ട്. ഈ 2 സിനിമകൾക്ക് ശേഷമായിരിക്കും ഈ സിനിമ എത്തുക. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ജിത്തു മാധവൻ സൂര്യ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടി പരിഗണിക്കണേ.